കൈകേയി വിജയിക്കുന്നു. ദാസിമാർ പറഞ്ഞ് കൈകേയിയുടെ അപ്പോഴത്തെ അവസ്ഥ രാജാവ് അറിഞ്ഞു. സർവാംഗം തളർന്നുപോയ മഹാരാജാവ് ദശരഥൻ തന്റെ പ്രിയദർശിനിയായ മഹാരാജ്ഞിയെ കണ്ടു. അലങ്കാരങ്ങൾ വെടിഞ്ഞ് പൊടിയണിഞ്ഞു കിടക്കുന്ന സഖിയെ ആ വൃദ്ധ കാമുകൻ നോക്കി നിന്നു. പ്രിയയുടെ അരികിൽ മഹാരാജാവ് വെറും നിലത്തിരുന്ന് ദുഃഖകാരണം ആരാഞ്ഞു. കൈകേയിക്ക് അപ്രിയം വരുത്തിയത് ആരായാലും അയാൾ ശിക്ഷാർഹനാണ്. കൈകേയിക്ക് ദരിദ്രനെ സമ്പന്നനാക്കാനോ സമ്പന്നനെ ദരിദ്രനാക്കാനോ മോഹമുണ്ടെങ്കിൽ അതിതാ പറയേണ്ട താമസം സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു. കുറ്റവാളിയെ നിരപരാധിയാക്കാം, നിരപരാധിയെ കുറ്റവാളിയാക്കാം, വധ്യനെ അവധ്യനാക്കാം, അവധ്യനെ കൊല്ലുകയും ചെയ്യാം. ദേവിക്ക് അഹിതനായവനെ ബന്ധനസ്ഥനാക്കാം, മറിച്ചെങ്കിൽ ബന്ധനസ്ഥനെ സ്വതന്ത്രനുമാക്കാം. എന്നുവേണ്ട, കൈകേയി എന്തു കൽപ്പിക്കുന്നുവോ അത് നിറവേറ്റാൻ താൻ തയ്യാറാണ്. ദേവി കോപതാപങ്ങൾ ഉപേക്ഷിക്കണം, തന്നെ ആനന്ദിപ്പിക്കണം. തന്റെ തേർച്ചക്രം ഉരുളുന്ന ഭൂവിഭാഗങ്ങളൊക്കെ കൈകേയിക്ക് അധീനമാണ്. സിന്ധു, സൗവീര്യം, സൗരാഷ്ട്രം, ദക്ഷിണാപദം, വങ്കം, അംഗം, മഗധ, മത്സ്യം, കാശി, കോസലം ഈ രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും വിഭവം ദേവി ആഗ്രഹിക്കുന്നുവെങ്കിൽ ദേവി പറയേണ്ട താമസം അത് എത്തിക്കഴിഞ്ഞിരിക്കും. രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊട്ടാരത്തിലെ അതിപ്രഗത്ഭരായ വൈദ്യന്മാരെ വിളിക്കാം. ഈ മലിനവേഷം കളഞ്ഞ് തന്റെ പ്രാണസഖി എഴുന്നേൽക്കണം. മഹാരാജാവ് യാചിച്ചു. കൈകേയിയോടുള്ള അത്രയും പ്രേമം മറ്റൊരു ഭാര്യയോടും ദശരഥനില്ല. രാമനേക്കാൾ തനിക്ക് പ്രിയങ്കരനായി മറ്റൊരു മകനുമില്ല. ശ്രീരാമചന്ദ്രനെയും തന്റെ സുഹൃതങ്ങളെയും മുൻനിർത്തി ദശരഥൻ സത്യം ചെയ്തു. കൈകേയി ആഗ്രഹിക്കുന്നതെന്തും താൻ നിറവേറ്റും. തന്റെ ഇംഗിതം സാധ്യമായി എന്ന് കൈകേയി ഉറച്ചു. രാജാവിന്റെ സത്യവാഗ്ദാനത്തിൽ പിടിമുറുക്കി തനിക്കു പണ്ട് ദേവാസുര യുദ്ധത്തിൽ വെച്ച് രാജാവ് നൽകിയ വരക്കഥ ഓർമ്മിപ്പിച്ചു. ആ 2 വരങ്ങൾ ഉടനെ നൽകണം. ഒന്ന്, ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. രണ്ടാമത്, രാമൻ മരവുരി ധരിച്ച് ദണ്ഡകാരണ്യത്തിൽ തപസ്വിയായി 14 വർഷം ജീവിക്കണം. കേകയപുത്രിയുടെ കഠിനതരങ്ങളായ വാക്കുകൾ കേട്ട രാജാവ് സ്തബ്ധനായി. അദ്ദേഹത്തിന്റെ ബോധം നശിച്ചു. പുലിയെ കണ്ട മാനിനെ പോലെയും നിർവീര്യനാക്കപ്പെട്ട സർപ്പശ്രേഷ്ഠനെ പോലെയും തളർന്ന് വെറും നിലത്തിരുന്നു കൊണ്ട് രാജർഷി ദശരഥൻ നെടുവീർപ്പിട്ടു. കൈകേയി എത്രയോ തവണ രാമനെ സ്തുതിച്ചു പറഞ്ഞിരിക്കുന്നു. ഭരതനേക്കാൾ പ്രിയനാണ് രാമൻ എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. എന്നെല്ലാം ഇരിക്കെ കൈകേയി ഈ വിധത്തിൽ കഠിനമായി ചിന്തിക്കാൻ കാരണമെന്ത്? രാജാവ് ചിന്താധീനനായി. ക്ഷമ, തപം, ത്യാഗം, സത്യം, ധർമ്മം, കൃതജ്ഞത, അഹിംസാവ്രതം, സകല ജീവജാലങ്ങളിലും കാരുണ്യം ഈ ഗുണങ്ങൾ ഒത്തുചേർന്ന രാമനെ വേർപിരിഞ്ഞാൽ താൻ ജീവിച്ചിരിക്കില്ല. ദശരഥൻ ഹൃദയം തകർന്ന മട്ടിൽ പറഞ്ഞു. ദുഃഖമാകുന്ന തീകുണ്ടത്തിൽ വീണ് വെന്തുനേറി ബോധരഹിതനായി വിലപിക്കുകയാണ് രാജാധിരാജൻ. കഠിന ഹൃദയായി തീർന്ന കൈകേയി അതൊന്നും ശ്രദ്ധിച്ചില്ല. രാജ്ഞി പറഞ്ഞു, ധർമ്മമാകട്ടെ അധർമ്മമാകട്ടെ, നന്മയാകട്ടെ തിന്മയാകട്ടെ, അതെന്തു തന്നെയായാലും തന്നോട് ചെയ്ത സത്യം രാജാവ് പാലിക്കുക തന്നെ വേണം. രാമൻ അഭിഷേകം നടത്തിയാൽ ആ നിമിഷം കൈകേയി വിഷം കഴിച്ചു മരിക്കും. രാജമാതാവെന്ന പദവിയിലെത്തുന്ന കൗസല്യയുടെ മുമ്പിൽ തൊഴുതു നിൽക്കേണ്ടി വരുന്ന അധപതനത്തേക്കാൾ ഭേദം മരണം തന്നെയാണ്. രാജാവ് ചെയ്യേണ്ടത് താൻ ആവശ്യപ്പെട്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ്. അതിനി ഒരു തരത്തിലും മാറ്റിപ്പറയാൻ പാടില്ല. കൈകേയിയുടെ തീരുമാനത്തിന് ഇളക്കവുമില്ല. ദശരഥൻ ദീനദീനം വിലപിച്ചുകൊണ്ട് വളരെയൊക്കെ കൈകേയിയോട് കെഞ്ചി പറഞ്ഞു നോക്കി. മിത്രങ്ങളോടും ഉപാധ്യക്ഷന്മാരോടും അമാത്യന്മാരോടും കൂടി ആലോചിച്ചുറപ്പിച്ച കാര്യം കീഴ്മേൽ മറിക്കുന്നതെങ്ങനെ? ദാസിയെപ്പോലെ, സഖിയെപ്പോലെ, ഭാര്യയെപ്പോലെ, സഹോദരിയെപ്പോലെ, അമ്മയെപ്പോലെ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കൃത്യമായി നോക്കുന്ന കൗസല്യയോട്, പുത്രവത്സലയായ ആ രാമമാതാവിനോട് ഇതെങ്ങനെ പറയും? സകല ഗുണശാലിനിയായ ജാനകി സീത ഈ അമംഗള വൃത്താന്തം എങ്ങനെ സഹിക്കും? സീതയുടെ വിലാപം കണ്ടു നിൽക്കാനാകുമോ?
ദശരഥൻ എന്ന രാജാവ് കാമഭ്രാന്തനാണ്. ഒരു പെണ്ണിന്റെ വാക്കുകേട്ട് ആ മൂഢൻ ഓമനപുത്രനെ കാട്ടിലേക്ക് അയച്ചു എന്ന് ലോകരെന്നെ പുച്ഛിക്കും. രാമനെ പിന്നാൽ തന്റെ അന്ത്യം സുനിശ്ചിതമാണ്. വിധവയായി തീരുന്ന കൈകേയി ഭരതന്റെ രാജ്യലാഭത്തിൽ എങ്ങനെ സന്തോഷിക്കും? ഒന്നും അറിയാത്ത കുട്ടി കൃഷ്ണ സർപ്പത്തെ തൊട്ടതുപോലെ ഈ കാലമെല്ലാം ദുഷ്ടബുദ്ധിയായ കൈകേയിയെ പ്രാണപ്രിയയായി കരുതിയല്ലോ. രാമന്റെ ഗുണഗണങ്ങൾ രാജാവ് എണ്ണി എണ്ണി പറഞ്ഞു. കൊടുംകാട്ടിൽ തന്റെ ഓമന മകൻ കഷ്ടപ്പെടേണ്ടി വരുന്നത് പേർത്തും പേർത്തും പറഞ്ഞ് കൈകേയിയുടെ മനസ്സു മാറ്റാൻ രാജാവ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. രാജാവിന്റെ കണ്ണുനീരിനും വിലാപത്തിനും കൈകേയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാനായില്ല. ആ രാത്രി കഴിഞ്ഞു. ബോധാബോധങ്ങളുടെ നടുവിൽപ്പെട്ട ദശരഥൻ ഉറങ്ങിയില്ല, ഉണർന്നതുമില്ല. അഭിഷേകത്തിന് പൂർവാചാര പ്രകാരമുള്ള സകല മംഗള വസ്തുക്കളും തയ്യാറാക്കിയത് കണ്ട് സംപ്രീതനായ വസിഷ്ഠ ബ്രഹ്മർഷി, ഇതാ ഉദയമടുത്തു, അഭിഷേക മുഹൂർത്തം ആയിരിക്കുന്നു എന്ന് രാജാവിനെ ഉണർത്തിച്ച് ജാഗ്രതയോടെ കൃത്യാന്തരത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുന്നതിന് സുമന്ത്രരെ നിയോഗിച്ചു. അന്തപുരത്തിൽ കടന്നു ചെല്ലാൻ അർഹതയുള്ള സുമന്ത്രർ കൈകേയിയുടെ അരമനയിൽ കടന്നു. അവിടെ സംഭവിച്ച കുഴപ്പങ്ങൾ ഏതും അറിയാതെ സ്തുതി വചനങ്ങളോടുകൂടി രാജാവിനെ ഉണർത്താൻ ശ്രമിച്ചു. സുമന്ത്രരെ, രാമഅഭിഷേകത്തെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് സന്തോഷ കണ്ണുനീരോടെ രാത്രി കഴിച്ചതിനാൽ തമ്പുരാൻ ക്ഷീണിച്ചുറങ്ങുകയാണ്. മഹാരാജാവിനെ ഉണർത്താൻ രാമനെ ഉടനെ കൂട്ടിക്കൊണ്ടുവരൂ, കൈകേയി ആജ്ഞാപിച്ചു. സുമന്ത്രരുടെ അർത്ഥപൂർണങ്ങളായ വാക്കുകൾ കേട്ട് കൂടുതൽ ദുഃഖിതനായ രാജാവ് ഒന്നും പറഞ്ഞില്ല. അതിനാൽ സുമന്ത്രർ അങ്ങോട്ട് കയറി പറഞ്ഞു, ദേവി, കൽപ്പനയില്ലാതെ. സുമന്ത്രർ ആകെ കുഴങ്ങി നിന്നു. ഈ സമയം ദശരഥന്റെ സാമന്ത രാജാക്കന്മാരിൽ പ്രമുഖർ, അയോധ്യയിലെ ധനാഢ്യന്മാരായ പ്രജകൾ തുടങ്ങി എല്ലാ ക്ഷണിതാക്കളും പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് രാമഅഭിഷേകത്തിന് സാക്ഷികളാകാൻ ഗോപുരവാതിക്കൽ എത്തിക്കഴിഞ്ഞു. ഇക്ഷ്വാകു വംശരാജ അഭിഷേകത്തിന് ഏതെല്ലാം തരത്തിലുള്ള വിഭവങ്ങളാണോ വേണ്ടത് അതൊക്കെയും വേദിയിൽ തയ്യാറായി കഴിഞ്ഞിരുന്നു. ക്ഷണിക്കപ്പെട്ട സദസ്സ് ഉത്കണ്ഠ അറിയിച്ചു. സൂര്യൻ ഉദിച്ചുയർന്നു, എല്ലാം തയ്യാറായി. ജനങ്ങൾ കാത്തുനിൽക്കുന്ന കാര്യം രാജാവ് അറിഞ്ഞില്ലെന്നതുണ്ടോ? സുമന്ത്രർ രാജാജ്ഞ കേൾക്കാൻ അന്തപുരത്തിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോഴും രാജ്ഞിയുടെ ആജ്ഞയനുസരിച്ച് രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതുമില്ല. ഒടുവിൽ ദശരഥൻ പറഞ്ഞു, സൂത, രാമനെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? ഞാൻ ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. കുമാരനെ കൊണ്ടുവരൂ. മഹാരാജാവിന്റെ ആജ്ഞ ശിരസാ വഹിച്ച സുമന്ത്രർ ദേവേന്ദ്രപുരി പോലെ കമനീയമായ ശ്രീരാമ മന്ദിരത്തിലെത്തി. മഹാമേരു ശിഖരം കണക്കെ തലയെടുപ്പോടെ നിൽക്കുന്ന ആ കൊട്ടാരത്തിൽ കാഴ്ച വസ്തുക്കളുമായി എത്തിക്കൊണ്ടിരിക്കുന്നവരുടെ നീണ്ട നിര. ഉത്സാഹത്തോടെ അവയൊക്കെയും സ്വീകരിച്ച് ഉപചരിക്കുന്നവർ. സകല മംഗള വസ്തുക്കളും കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന അരമനയും അവിടത്തെ കാഴ്ചകളും സുമന്ത്രരെ രോമാഞ്ചമണിയിച്ചു. ഇളയമ്മയുടെ കൊട്ടാരത്തിൽ പിതാവ് കാത്തിരിക്കുന്നു എന്ന സന്ദേശം ഗ്രഹിച്ച ശ്രീരാമൻ സന്തുഷ്ടനായി സുമന്ത്രരോടൊത്ത് രാജസന്നിധിയിലേക്ക് യാത്രയായി. നൂറുകണക്കിന് സേനാനായകന്മാർ മാമലയ്ക്കൊത്ത ആനപ്പുറത്തേറിയും അശ്വാരൂഢരായും ശ്രീരാമചന്ദ്രനെ അകമ്പടി സേവിച്ചു. വാദ്യങ്ങളുടെ മംഗളധ്വനിയും സ്തുതിഗീതങ്ങളും അന്തരീക്ഷത്തിൽ അലയടിച്ചു. ധർമ്മത്തിന്റെ പുരുഷാകാരമായ ശ്രീരാമൻ നാൽക്കൂട്ട പെരുവഴികൾ, ക്ഷേത്രങ്ങൾ, ചൈത്യങ്ങൾ എന്നിവ വലം വെച്ച് പിതൃ സമീപത്തെത്തി സാദരം നിന്നു. പാദ നമസ്കാരം ചെയ്ത മകനെ ഒന്ന് നോക്കാൻ കൂടി കഴിയാതെ കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുന്നു ദശരഥ ചക്രവർത്തി. കോപാന്തനായിരിക്കുമ്പോൾ പോലും തന്നെ കണ്ടാൽ ആനന്ദിക്കുകയാണ് അച്ഛന്റെ പതിവ് ശൈലി. ഈ മാറ്റത്തിന് എന്താവാം കാരണം? രാമൻ ചിന്തിച്ചു. അതെന്തായാലും അച്ഛനെ സന്തോഷിപ്പിക്കുവാൻ താൻ പ്രതിജ്ഞാബദ്ധനാണ്. ഒന്നും മിണ്ടാതെ വികാരം കൊണ്ട് വലിഞ്ഞു മുറുകിയ ഭാവത്തോടെ ദശരഥൻ ഇരിക്കുന്നു. കൈകേയി കാര്യങ്ങൾ അവതരിപ്പിച്ചു. രാമ, നിന്നോട് രാജാവിന് യാതൊരു ദ്വേഷവുമില്ല. അപ്രിയമായ സംഗതി പറയാൻ കഴിയാതെ ഇരിക്കുന്നു എന്നു മാത്രം. അച്ഛൻ മുമ്പ് തന്നെ എനിക്ക് 2 വരം നൽകിയിരുന്നു. ഇപ്പോൾ ആ വാഗ്ദാനം നിറവേറ്റാനാകാതെ പച്ചപ്പാവം എന്ന കണക്കെ പശ്ചാത്തപിക്കുന്നു.
രാമൻ അറിയിച്ചു. അച്ഛനെ സത്യദീക്ഷിതനാക്കുന്നതിന് പ്രാണനെ പോലും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. അതു കേട്ട മാത്രയിൽ കൈകേയി തുടർന്നു. ദേവാസുര യുദ്ധം നടക്കുമ്പോൾ രാജാവിന്റെ പ്രാണരക്ഷ ചെയ്ത എനിക്ക് രാജാവ് 2 വരങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ അത് ഞാൻ ആവശ്യപ്പെട്ടു. ഒന്ന്, രാജാഭിഷേകം എന്റെ മകൻ ഭരതനു ചെയ്യണം. രണ്ടാമത്, 14 വർഷം നീ ദണ്ഡകാരണ്യത്തിൽ സന്യാസ ജീവിതം നയിക്കണം. ഇത് നിന്നോട് പറയാൻ ക്ലേശിച്ചാണ് രാജാവ് ദുഃഖിതനായിരിക്കുന്നത്. അത്യുഗ്രമായ വാക്കുകൾ കൈകേയി പറഞ്ഞതു കേട്ടിട്ടും ശ്രീരാമചന്ദ്രന് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഉണ്ടായില്ല. യാതൊരു ചാഞ്ചല്യവും കൂടാതെ രാമൻ പറഞ്ഞു, അമ്മേ, അങ്ങനെ തന്നെയാകട്ടെ. അച്ഛനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഈ പുത്രൻ കാരണം അച്ഛൻ വേദനിക്കുമോ? അച്ഛനെ ആശ്വസിപ്പിക്കൂ. എന്തിനാണ് അച്ഛൻ കീഴ്പോട്ട് നോക്കി കണ്ണുനീർ പൊഴിക്കുന്നത്? ഇതാ, ഇപ്പോൾ തന്നെ ഞാൻ യാത്രയായി കഴിഞ്ഞു. വേഗമേറിയ കുതിരകളെ പൂട്ടിയ തേരിൽ ദൂതന്മാർ ഭരതനെ കൂട്ടിക്കൊണ്ടുവരണം. കൈകേയിക്ക് ജന്മസാഫല്യം കൈവന്നതുപോലെയായി. രാമ, നീ കാട്ടിലേക്ക് പോകുന്നതുവരെ രാജാവ് കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല. അതിനാൽ വേഗം വേഗത്തിൽ വേണം വനയാത്ര, കൈകേയി പെട്ടെന്ന് പറഞ്ഞു. സീതയോടും അമ്മ കൗസല്യയോടും കാര്യങ്ങൾ അറിയിച്ച് അവരെ സമാശ്വസിപ്പിക്കാൻ അല്പനേരം വേണം. അതു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ വനത്തിലേക്ക് പോവുകയായി. രാമന്റെ ഈ വാക്കുകൾ ദശരഥന്റെ അന്ധകരണത്തിൽ അഗ്നിബാണം പോലെ പതിച്ചു. മഹാരാജാവ് ഒരു കുട്ടിയെപ്പോലെ വാവിട്ട് കരഞ്ഞു. സ്വബോധം നഷ്ടപ്പെട്ടതു കണക്കെ ഇരിക്കുന്ന അച്ഛനെയും പിന്നെ മാതാവ് കൈകിയെയും നമസ്കരിച്ച ശേഷം ശ്രീരാമചന്ദ്രൻ പുറത്തേക്ക് പോന്നു. അഭിഷേക സാമഗ്രികൾ ഒന്നു നോക്കുക പോലും ചെയ്യാതെ വേദിയെ വലം വെച്ച് കോപതാപങ്ങൾ അടക്കാൻ പാടുപെടുന്ന ലക്ഷ്മണനോടൊത്ത് കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് നടന്നു.